തീവണ്ടിയിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് രക്ഷകയായി നഴ്സ് മാറിയിരിക്കുകയാണ്. കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ കുഴഞ്ഞു വീണ കരുനാഗപ്പള്ളി സ്വദേശി സുശീലയെ CPR നൽകിയാണ് രാജഗിരി ആശുപത്രിയിലെ നഴ്സായ അമിത ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. CPR അടക്കമുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരണം നൽകാനായാൽ ഏതൊരാൾക്കും ഇത് ചെയ്യാനാകുമെന്നാണ് അമിത പറയുന്നത്. തനിക്ക് തുണയായതിന് അമിതയ്ക്ക് നന്ദി പറയുകയാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ സുശീല. ട്രെയിൻ യാത്രക്കിടെ ട്രെയിനിനകത്ത് കുഴഞ്ഞു വീണ യാത്രക്കാരെ അവരെ കൃത്യസമയത്ത് CPR നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന രാജഗിരി ആശുപത്രിയിലെ നഴ്സായ അമിത. എല്ലാവരും പാനിക്കായപ്പം കൃത്യമായിട്ട് ഇടപെട്ടു അല്ലേ? ആ ടൈമിൽ എല്ലാവരും പാനിക്കായിരുന്നു. ഞാനൊരു സൗണ്ട് കേട്ടിട്ടാണ് ചെല്ലുന്നത്. ഒരു മകള് കരയണം അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോഴത്തേനും അമ്മ ഇരിക്കുകയല്ല കിടക്കല്ലാത്തൊരു സ്റ്റേജിൽ നമുക്ക് നേരെ ഒന്ന് കിടത്തണമെന്നായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. ആൾക്കാരെല്ലാവരും മാറി നിൽക്കുന്നു, പാനിക്കാണ് എല്ലാവരും. മകള് കാർന്നു അവരുടെ അരികിലേക്കാണ് എല്ലാവരും ചെല്ലുന്നത്. ഞാൻ എന്നിട്ട് ആദ്യം തന്നെ സ്വയമേ ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അവിടെ നിന്നൊരു ചേട്ടനെ വിളിച്ച് ആളെ നേരെ സ്റ്റെബിലൈസ് ചെയ്ത് കിടത്തി. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് തവണ വിളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പെയിൻ റെസ്പോൺസ് സ്റ്റിമുലസ് കൊടുക്കും. പെയിന് ഒരു റെസ്പോൺസും എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പൾസ് നോക്കി, പൾസില്ല. കണ്ണ് ഫിക്സഡ് ആയിട്ടാണ് തന്നെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ CPR 5 കംപ്രഷൻ കൊടുത്തു. അപ്പോൾ കണ്ണ് അനങ്ങാൻ തുടങ്ങി. പിന്നെ അമ്മ ഇങ്ങനെ കണ്ണ് തുറന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇനി കണ്ണടയ്ക്കണ്ട, അപ്പം കണ്ണ് തുറന്നേ എന്ന് പറഞ്ഞ് നമ്മൾ റെസ്പോൺസ് കൊടുത്തോണ്ടിരുന്നു. കവളത്ത് തട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും സ്റ്റിമുലസ് ഉള്ള സ്ഥലമാണ് കവളൊക്കെ. അവിടെ തട്ടി ആളെ കണ്ണടയ്ക്കാൻ സമ്മതിക്കാതെ പതിയെ ഇങ്ങോട്ട് നോക്കിക്കേ, മകള് കരയുവാണ് എന്ന് പറഞ്ഞ് മകളെ കൊണ്ടുവന്ന് മുന്നിൽ കാണിച്ചപ്പോൾ കരയണ്ട എന്ന് പതിയെ അമ്മ സംസാരിച്ചു. പിന്നെ ആളെ സ്റ്റേബിളാക്കി ആളൊക്കെയാന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സീറ്റിലേക്ക്. CPR കൊടുക്കണമെന്നൊരു തോന്നൽ സമയത്ത് വേറെ ആർക്കും തോന്നിയിരുന്നില്ല അല്ലേ? ആൾക്കാർക്ക് മേ ബി കൊടുക്കണമെന്നുണ്ടായിരിക്കും. മേ ബി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ പാനിക്കായി പോയി എല്ലാവരും. വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ, എന്താ പറഞ്ഞത് ആള്? ആ അമ്മയും മകളും കൂടെ ഇറങ്ങിപ്പോയപ്പം എനിക്കൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതാണ് ഇത്രയും നല്ലൊരു പ്രൊഫഷനാണ് എനിക്കുള്ളത്. എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്ന് ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റ്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നിവൃത്തി കിടത്തുക, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ വിളിക്കുക. ഏറ്റവും ആദ്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ കവളത്ത് തട്ടി വിളിക്കാൻ നോക്കണം. മാക്സിമം വിളിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ സ്റ്റിമുലസ് കൊടുക്കുക. പെയിൻ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ജസ്റ്റ് ഒരു സ്റ്റിമുലസ് പിഞ്ച് ചെയ്യുന്ന പോലെ കൊടുത്ത് നോക്കുക. അവർ ഇച്ചിരി സെമി കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ കൈ കൊണ്ട് തട്ടാൻ നോക്കും. ഇനി അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല, എല്ലാം ഫിക്സഡ് ആയിട്ടാണ്, നമുക്ക് പൾസ് നോക്കണം. അതും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൈവച്ച് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ 2 നിപ്പിൾ, ആ നിപ്പിളിൻ്റെ ഏകദേശം താഴെയായിട്ട് നമ്മുടെ ഡോമിനൻ്റ് ഹാൻഡ് വെക്കുക. അതിൻ്റെ അകത്ത് നമ്മുടെ നോൺ ഡോമിനൻ്റ് ഹാൻഡ് വെച്ച് ലോക്ക് ചെയ്യുക. ഇങ്ങനെ ഒരിക്കലും ലോക്ക് ചെയ്യരുത്. നേരെ തന്നെ പിടിച്ചിട്ട് നിയറസ്റ്റ് പൊസിഷനിൽ വെച്ച് നമ്മുടെ ഹീല്, പാമ്പിൻ്റെ ഹീൽ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന, എൻ്റെ ബോഡി വെയ്റ്റിന് പറ്റുന്ന ഒരു കംപ്രഷനുണ്ട്, ആ കംപ്രഷൻ കൊടുക്കുക. ഈ കംപ്രഷൻ കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഈ കംപ്രഷൻ പോകുന്നുണ്ടെന്ന്. ചിലവർ കൈ ബെൻഡ് ചെയ്യും, അങ്ങനെ ചെയ്യാൻ പാടില്ല. സാധാരണഗതിയിൽ നമ്മൾ 30 തവണ കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് റെസ്പിറേഷൻ നോക്കും. എന്നിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ സൈക്കിൾ കണ്ടിന്യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സ്കൂൾ കാലഘട്ടം മുതൽ നമുക്കെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ CPR കൊടുക്കണമെന്നുള്ളത്. അതാണ് ഈ വാർത്തകളൊക്കെ വരുമ്പം എല്ലാവരുടെയും മുൻപിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്. ശരിക്കും ഒരു മാലാഖ തന്നെയാണ് അമിത. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അമ്മയ്ക്കും മകൾക്കും. സുശീലയുടെ ജീവിതത്തിൽ അമിതയ്ക്കുള്ള സ്ഥാനം ദൈവതുല്യം തന്നെയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. വിവരങ്ങളുമായിട്ട് റിയ ബേബി ചേരുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് കുറച്ച് കുഞ്ഞു കുട്ടികൾ ചേർന്ന് റോഡരികിൽ കുഴഞ്ഞു വീണ ഒരു സ്ത്രീക്ക് CPR ഒക്കെ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കണ്ടത്. മിടുക്കികളായ കുട്ടികൾ ആ CPR-നെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് ട്രെയിൻ യാത്രയ്ക്കിടയിലായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായ സുശീല ട്രെയിനിൽ കുഴഞ്ഞു വീഴുന്നത്.
മകള് നിലവിളിക്കുന്നു, ആളുകൾ പരിഭ്രാന്തരായി ചുറ്റും കൂടുന്നു, ചില ആളുകൾ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തുന്നു. അപ്പോൾ ആ ട്രെയിനിലുണ്ടായിരുന്ന അമിത ഈ കരച്ചിൽ കേട്ട് അവിടേക്ക് ഓടിയെത്തുകയും അമിതയ്ക്ക് കൃത്യമായി തന്നെ കാര്യം മനസ്സിലായി. പരിഭ്രാന്തരാവുക എന്നതിനപ്പുറം എന്താണ് ആ സ്ത്രീക്ക് അവിടെ നൽകാൻ കഴിയുക എന്നുള്ളത് അമിത ആലോചിച്ചു. CPR കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട കാര്യം. പൾസ് നോക്കി, പൾസൊന്നും ഉണ്ടായിരുന്നില്ല. അമിത കൃത്യമായി തന്നെ മറ്റൊരാളുടെ സഹായത്തോടെ അവരെ നിവർത്തിക്കെടുത്തി അവർക്ക് CPR കൊടുത്തു. സുശീല കണ്ണ് തുറന്നു. പിന്നീട് സ്റ്റേബിളായിട്ട് അവരെ നിലനിർത്താനുള്ള എല്ലാ കാര്യങ്ങളും അമിത ചെയ്ത് അവരെ ഓക്കെ ആക്കി കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അത് കൃത്യമായ ഒരു ഇടപെടലാണ്. കാരണം നമുക്കൊക്കെ അറിയാം, ആളുകൾ നമ്മുടെ മുമ്പിൽ വെച്ചൊക്കെ ഇതുപോലെ സമാനമായി കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം, അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ടാകാം. പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പലപ്പോഴും അറിയാറില്ല. CPR കൊടുക്കണമെന്നറിയാം, അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇത് വളരെ നിസ്സാരമായി നമുക്കൊക്കെ പഠിച്ചിരിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ സ്കൂൾ കാലഘട്ടം മുതൽ പഠിപ്പിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് പലരുടെയും ജീവൻ ഒക്കെ നിലനിർത്താൻ, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് CPR കൊടുക്കുക എന്നുള്ളത്. അത് എല്ലാവരും പഠിച്ചിരിക്കണം എന്നതാണ് അമിത പറയുന്നത്. അമിത അതുതന്നെയാണ് തുടക്കത്തിലും അവസാനത്തിലും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഈ വാർത്ത നമുക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക, അത് ഒരു പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അത് മാറും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജഗിരിയിലെ ആശുപത്രിയിലെ നഴ്സായ അമിത ഈ സുശീലയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവർ ആ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. മകള് വളരെ ടെൻഷൻ ഉണ്ടായിരുന്ന നിമിഷത്തെക്കുറിച്ച് പറയുന്നു. അമിത കൈത്താങ്ങായി നിന്നതിന്, അമ്മയെ ചേർത്ത് പിടിച്ചതിന് മകൾ നന്ദി പറയുന്നുണ്ട്. ആ നന്ദി പറച്ചിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം എങ്ങനെ നന്ദി പറയാതിരിക്കും? കാരണം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളാണ് അമിത. അമിതയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നമ്മളും നേരുകയാണ്. കാരണം കൃത്യമായ സമയത്ത് സമയോചിതമായ ആ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമായത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളും നേരിൽ കാണുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പാനിക്കാവും. പക്ഷെ അങ്ങനെ ആകരുത്. കൃത്യമായ ഇടപെടൽ നടത്തുമ്പോൾ ഒരു ജീവനാണ് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്തായാലും വളരെ വലിയ അഭിനന്ദനങ്ങളാണ് നമ്മൾ അമിതയ്ക്ക് കൊടുക്കുന്നത്.